സാധനനിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന്? ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുകയും യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുകയും ഞാനും എൻ്റെ ഗുണമല്ല പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ട് പ്രസാദിപ്പിക്കുന്നുവല്ലോ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആവുകയും. വളരെ കൃത്യമായി പറഞ്ഞ വേദഭാഗം വായിച്ച് സ്പഷ്ടമായി വായിച്ച് പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 10-ാം അധ്യായം 23 മുതൽ 11-ാം അധ്യായത്തിൻ്റെ 1 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ച് നമുക്ക് വചനധ്യാനത്തിന് മുമ്പായി ദൈവസന്നിധിയിൽ തലകളെ വണങ്ങി പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ വചനം ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതകൾക്ക് പ്രകാശവുമായി ഞങ്ങളെ നയിക്കുന്ന, ഞങ്ങളെ വഴി നടത്തുന്ന, ഞങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന, ഞങ്ങളെ ആത്മീയമായി പ്രചോദിപ്പിക്കുന്ന, ഞങ്ങൾക്കെല്ലാം ഇപ്പോഴും നിന്റെ വചനം ഞങ്ങൾക്ക് നൽകി തരുന്ന ബുദ്ധി ഉപദേശം അത് സ്വീകരിക്കുന്നതിനുള്ള അനുഗ്രഹമായി അവസരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ സന്ധ്യ ആരാധനയിൽ ഒരുമിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കി തന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളിപ്പോൾ വായിച്ചതായിട്ടുള്ള ഈ ഭാഗത്ത് നിന്ന് ദൈവമായ കർത്താവെ ഞങ്ങൾ ധ്യാനിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന്, ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് ആയിരിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വന്നുകൂടിയിരിക്കുന്ന ഓരോന്നിൻ്റെ മക്കളെ അവിടുത്തെ കൃപയിൽ സമർപ്പിക്കുന്ന കർത്താവെ, നിരഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ദിവസം ജീവിക്കാനിടയാക്കണമേ. ഇന്ന് പകൽ ഞങ്ങൾക്ക് തന്നതായ കൃപകൾക്കായി ഈ രാത്രിയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ച് ദൈവമേ, ഞങ്ങൾ വിശ്രമത്തിന് വേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ ഞങ്ങളുടെ ശരീരവും ദേഹവും ദേഹി ആത്മാവെല്ലാം സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവേഷ്ടം നിവർത്തിപ്പാൻ ദൈവിക ദർശനത്തോടുകൂടെ ഞങ്ങളുടെ ഓരോ ദിവസവും അവസാനിപ്പിക്കുന്നതിനും ദൈവിക ദർശനത്തോടുകൂടെ ഓരോ ദിവസവും ആരംഭിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിലുടനീളം കർത്താവിൻ്റെ മഹത്വം ദർശിക്കുന്നതിന് വേണ്ടിയാക്കണം. നന്മകളാൽ നിറച്ചു പരിപാലിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും ആത്മീയ വർധന വരുത്തുന്നില്ല. ഇവിടെ വിശുദ്ധ പൗലോസ് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ നിലനിന്ന കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്ന ചില പ്രത്യേകമായ വിഷയങ്ങൾ, പൗലോസ് അതിനെ അഡ്രസ്സ് ചെയ്യുന്നതായിട്ട്, അതിനോട് തനിക്കുള്ളതായ പ്രതികരണം അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെയുള്ള വിഷയം എന്ന് പറയുന്നത് എന്താണ്? വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതിനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് യാഗാദികൾക്കൊക്കെ അർപ്പിച്ചിരുന്ന പല മൃഗങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാംസാദികൾ അങ്ങാടികൾ കൊണ്ടുവന്ന് വിൽക്കുന്നതും അത് വാങ്ങുന്നതുമൊക്കെ അന്ന് സർവ്വസാധാരണമായിരുന്ന സംഭവമായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അത് വിഗ്രഹാർപ്പിതമാണോ അല്ലയോ എന്നുള്ളത് വാങ്ങിക്കുന്ന ആളിനും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളിനും ചിലപ്പോൾ അറിയാമായിരിക്കാം, ചിലപ്പോൾ അതിനെപ്പറ്റിയുള്ള ധാരണയില്ലായിരിക്കാം. എന്തു തന്നെയായിരുന്നാലും അത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്ത് ഭക്ഷിക്കണം, എന്ത് ഭക്ഷിക്കേണ്ട എന്നുള്ള നിലപാട് എടുക്കുവാൻ പൗലോസ് നൽകുന്ന ഒരു നിർദ്ദേശമാണ് ഇതിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വ്യക്തമായിട്ട് പൗലോസ് ഇവിടെ ഒന്നും പറയുന്നില്ല, നിങ്ങൾ ഇന്നത് ഭക്ഷിക്കണം, ഇന്നത് ഭക്ഷിക്കരുത് എന്ന് പറയുന്നില്ല. നമ്മൾ ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമ്മൾ സാധാരണ എത്ര പേരുണ്ട് നോമ്പ് നോക്കുന്നവരെന്ന് ഞാനിപ്പം ചോദിക്കുന്നില്ല. നോമ്പ് നോക്കുന്നവരടുത്ത് പറയുന്നതിനെ നമ്മൾ പറയും എന്താണ്, നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ വർജനം നടത്തുന്നതിനെ പറ്റി, ഇറച്ചി, മീന്, മുട്ട, മാംസാദികളൊക്കെ ഉപേക്ഷിക്കുന്നതിനെ പറ്റി. എന്നാൽ പലരും പലർക്കും ഭക്ഷണ ക്രമീകരണങ്ങളിൽ അങ്ങനെ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് പ്രയാസമുള്ള ആളുകളുണ്ട്. ചിലരുടെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളിലുണ്ട്. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വെടിയുന്നത് പ്രയാസമുള്ള ആളുകളുണ്ട്. അങ്ങനെ ഭക്ഷണത്തിൽ വർജനം ഏർപ്പെടുത്തുന്നവരുണ്ട്. എന്നാൽ ഭക്ഷണത്തിൻ്റെ വർജനം കൂടാതെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും കൂടുതൽ സമയം ചെലവഴിക്കുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് നോമ്പിൻ്റെ ദിനങ്ങളിൽ സമയം ചെലവഴിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നമ്മൾ കാണേണ്ടത് ഒരാൾ എന്ത് ഭക്ഷിക്കണം, ഒരാൾ എന്ത് ഭക്ഷിക്കേണ്ടതെന്നുള്ളത് ആരുടെ തിരഞ്ഞെടുപ്പാണ്? നമ്മൾ സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കും അല്ലേ? ഇപ്പോൾ ആരെങ്കിലും സഭയിൽ ഞാനിപ്പോൾ കൽപ്പന ഇറക്കുകയാണ്, നിങ്ങൾ ആരും ഈ നോമ്പ് സമയത്ത് മത്സ്യമാംസാദികൾ ഭക്ഷിച്ചുകൂടാ. കൽപ്പനയിലെങ്കിലും അങ്ങ് പറയുന്നുണ്ട്, നോമ്പിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും
ഇന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കണം, ഇന്ന ഭക്ഷണം കഴിച്ചുകൂടെന്ന് എങ്ങും നിർദ്ദേശം പറയുന്നുണ്ടോ? നിങ്ങൾ വായിച്ചു കേട്ടോ? പറയുന്നില്ല. അതെന്താണ്? ഒരു ഭക്ഷണം കഴിക്കണോ കഴിക്കണ്ടായോ എന്നുള്ളത് അത് ഒരു വ്യക്തിയുടെ തീരുമാനത്തിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തുകൊണ്ടാണ് നോമ്പിൽ വർജിക്കണമെന്ന് പറയുന്നതിന്റെ കാരണമില്ല. വളരെ നേരത്തെ അങ്ങനെ പഠിപ്പിച്ചിരുന്നു, അതങ്ങനെ വളരെ കൃത്യമായി പാലിക്കപ്പെട്ട ഒരു സമൂഹം ഉണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് അത് വർജിക്കണമെന്ന് പറയുന്നത്? ചില ഭക്ഷണ പദാർത്ഥങ്ങൾ മനുഷ്യനെ ശാരീരികമായി അവനെ ചീർപ്പിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ മനുഷ്യന് ദോഷം ചെയ്യുകയും അത് ദൈവിക ചിന്തകളിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുകയും മനുഷ്യൻ അധികം ഭക്ഷണപ്രിയവും ഭക്ഷണത്തിനോടുള്ള താല്പര്യവും കുറയ്ക്കുന്നതിനും അതിൽ നിന്ന് മാറി നിന്ന് അല്പം വർജനം ഏർപ്പെടുത്തി അതിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിനായി കുറേ സമയം ചെലവഴിക്കുന്നതിനും ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അവസരങ്ങളെ അങ്ങനെ വർജിക്കുന്നതായ കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ച് നമ്മൾ സാധാരണ എല്ലാ വർഷവും ഉപേക്ഷണ വാരമെന്നും പറഞ്ഞുകൊണ്ട് പിരിക്കാറുണ്ട് അല്ലേ? ഉപേക്ഷണ വാരം ഇപ്പോൾ ഉണ്ടോ ഇല്ല എനിക്ക് അറിഞ്ഞുകൂടെ. ഉണ്ട്. അപ്പോൾ കുറച്ച് നമ്മുടെ ഭക്ഷണത്തിൽ ക്രമീകരണങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം മാറ്റിവെക്കുന്ന തുക സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി നൽകുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ അങ്ങനെ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ചില വർജനങ്ങൾ ജീവിതത്തിൽ ഏർപ്പെടുത്തുന്നതിലൂടെ, ചില ആത്മീയ ശിക്ഷണം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുന്നതിലൂടെ ഒക്കെ നമുക്ക് അതിലൂടെ അത് ദൈവനാമ മഹത്വത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കും പ്രയോജനത്തിനും അത് ഉപകരിക്കണം എന്നുള്ളതായ ചിന്തയോടുകൂടെയാണ്. മനുഷ്യന് വളരെയധികം ഭോഗാസക്തികളിലും വളരെയധികം ഭക്ഷണത്തോടും മറ്റ് കാര്യങ്ങളോടും ഒരുപാട് പണം ചെലവിടുന്ന അല്ലെങ്കിൽ അമിതമായി ചെലവിടുന്ന ആളുകളെയൊക്കെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പലരും അവർക്ക് ഭക്ഷണത്തോടുള്ള അമിതമായ പ്രിയമുള്ളവരും താല്പര്യമുള്ളവരുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു അതിനുള്ളതായൊരു ലിമിറ്റ് വയ്ക്കുന്നതിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിനുമൊക്കെയുള്ള അത് മനുഷ്യന് നൽകുന്ന ചില നിർദ്ദേശങ്ങൾ കൂടെയാണ്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നതിൻ്റെ വിഷയം എന്താണ്? കൊരിന്ത്യ സഭയോട് എന്ത് ഭക്ഷിക്കണം, എങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭക്ഷിക്കണം, എങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്താണ് ഇതിൽ നിന്ന് ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത് എന്ന് പൗലോസ് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയുന്നത് സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും എനിക്ക് പ്രയോജനമുള്ളവയല്ല എന്ന് പറയുകയാണ്. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും ആത്മീയ വർധന വരുത്തുന്നവയല്ല. ആത്മീയ വർധന വരുത്തുന്ന കാര്യങ്ങളുമുണ്ട്, ആത്മീയ വർധന നൽകാത്തതായ ചില കാര്യങ്ങളും ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ നമുക്ക് ഉണ്ടാകേണ്ട സംഗതി? സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കുക. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എനിക്ക് ഇന്നത് ഭക്ഷിക്കണം ഇന്നത് ഭക്ഷിക്കേണ്ട എന്ന് നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അത് സ്വന്തം ഗുണത്തിൽ മാത്രം അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിൽ മാത്രം കേന്ദ്രീകരിച്ചല്ല അപ്രകാരമുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതെന്ന് പൗലോസ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ്? സ്വന്തം മനസാക്ഷിയിൽ നിന്ന് അവിടെ നമ്മൾ കാണുന്നുണ്ട്. സ്വന്തം മനസാക്ഷി നമ്മളോടൊരു കാര്യം പറയുകയാണ്, ഇത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വന്തം മനസാക്ഷി നമ്മളെ കുറ്റം വിധിക്കുവാനായിട്ട് കാരണമുണ്ടാക്കുന്ന യാതൊന്നും നമുക്ക് ഏർപ്പെടുവാൻ പാടില്ലെന്ന് പറയാം. അതെല്ലാവരും നമ്മളെല്ലാം സാധാരണ പറയാറുള്ള കാര്യമാണ് അല്ലേ? സ്വന്തം മനസാക്ഷിക്ക് വിലക്കുന്ന, മനസാക്ഷിക്ക് യുക്തമായ കാര്യങ്ങൾ ചെയ്യുക. എൻ്റെ മനസാക്ഷി ഒന്നിനെ വിലക്കുന്നുവെങ്കിൽ എൻ്റെ മനസാക്ഷി വിലക്കുന്ന കാര്യങ്ങളോട് ഞാൻ അകന്നിരിക്കുക എന്നുള്ളത് പൊതുപ്രമാണത്തിലുള്ള കാര്യമാണ്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്താണ്? അങ്ങാടിയിൽ വിൽക്കുന്നത് ഏതെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുകയും നിന്റെ മനസാക്ഷി നിന്നെ അതിൽ നിന്ന് വിലക്കുന്നില്ലെങ്കിൽ നിനക്കത് ഭക്ഷിക്കാമെന്നുള്ളൊരു നിർദ്ദേശമാണ് കൊരിന്ത്യ സഭയ്ക്ക് നൽകുന്നത്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ. അവിശ്വാസികളിൽ ഒരുത്തൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്ന എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുക. നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ വിലക്കുന്നില്ല. എന്നാൽ അവിശ്വാസിയായ ഒരു മനുഷ്യൻ നിങ്ങളെ വിളിച്ചു, നിങ്ങളെ ക്ഷണിച്ചു, നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്തായാലും അത് ചോദ്യം ചെയ്യാതെ
കഴിക്കാമെന്നാണ് പറയുന്നല്ലേ? അങ്ങനെ ഞാൻ മനസ്സിലാക്കി. നിങ്ങൾക്ക് മനസാക്ഷി നിമിത്തം നിങ്ങൾക്ക് ഭക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് എന്താ പറയുന്നത്? എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നരുത്. എന്നിട്ട് ആ ഏത് മനസാക്ഷിയാണെന്ന് പിന്നെ പറയുന്നുണ്ട്. മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് തൻ്റേതല്ല, മറ്റവന്റെ മനസാക്ഷിയെ പറ്റിയാണ്. അപ്പോൾ സ്വന്തം മനസാക്ഷിയിൽ ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട്. മറ്റുള്ളവരുടെ മനസാക്ഷി നിമിത്തം ചില കാര്യങ്ങളിൽ ഒഴിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. ഞാൻ പറഞ്ഞു ആദ്യമേ, പൗലോസ് ഇന്നത് കഴിക്കണമെന്നോ കഴിക്കണ്ടെന്നോ ഒന്നുമുള്ള നിർദ്ദേശമല്ല പറയുന്നത്. പൗലോസ് അങ്ങനെ പറയുന്നേ ഇല്ല. ഇന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം, ഇന്ന കാര്യങ്ങൾ ഭക്ഷിച്ചുകൂടാ, ഭക്ഷിക്കണമെന്നൊരു വ്യക്തമായ നിർദ്ദേശം ഇവിടെ പറയുന്നു. എന്നാൽ പൗലോസ് പറയുന്ന ചില അടിസ്ഥാന പ്രമാണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ എന്ത് ഭക്ഷിക്കണം എന്ത് ഭക്ഷിക്കണ്ടെന്നുള്ളത് തീരുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ഒന്ന്, സ്വന്തം മനസാക്ഷി. രണ്ടാമത് പൗലോസ് പറയുന്നതാണ് പ്രധാനം. നമ്മൾ സാധാരണ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. മറ്റുള്ളവന്റെ മനസാക്ഷി നിമിത്തം നമ്മൾ ചില കാര്യങ്ങളിൽ വിട്ടു നിൽക്കണമെന്നാണ് പറയുന്നത്. മറ്റൊരാളിന്റെ മനസാക്ഷി നിമിത്തം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയും, എനിക്കിത് തെറ്റായിട്ട് തോന്നില്ല, പിന്നെ ഞാൻ ചെയ്യുന്നു എന്നൊരു പക്ഷെങ്കിൽ നമ്മൾ പറയാം. എന്നാൽ പൗലോസ് പറയുന്നത് എന്താണ്? ഒരുവൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കും. അതുകൊണ്ട് സ്വന്തം കാര്യത്തിൽ എനിക്ക് ഇത് ഇഷ്ടമുണ്ട്, എനിക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്, ഇത് എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും, ഇത് മറ്റൊരാൾക്ക് അതിൽ ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഉള്ള മനോഭാവത്തോടുകൂടെ നമ്മളൊന്നും വർജിക്കുകയോ വർജിക്കാതിരിക്കുകയോ ചെയ്യുന്നു. മറ്റുള്ളവരുടെ ഹിതം കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ എന്തെങ്കിലും ഭക്ഷിക്കുകയോ ഭക്ഷിക്കാതിരിക്കുകയോ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവന്റെ മനസാക്ഷി നിമിത്തവും നീ ചിലതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ നിന്റെ മനസാക്ഷി നിന്നെ അനുവദിക്കുന്ന കാര്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ നിനക്ക് ചെയ്യാനായിട്ടുള്ള പ്രത്യേകമായ അധികാരം ഉള്ളതുപോലെ തന്നെ മറ്റുള്ളവന്റെ മനസാക്ഷി നിമിത്തം നീ ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞ് ഇരിക്കുകയും വേണം. അതെന്താണ്? അത് മറ്റുള്ളവന്റെ ഗുണത്തെ പ്രമാണിച്ചാണ്. മറ്റുള്ളവൻ വിശ്വാസത്തിന് അകന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി നിന്റെ ജീവിതത്തിൽ ചില വർജനങ്ങളും വിലക്കുകളും ഒക്കെ നടത്തണമെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. മറ്റുള്ളവരുടെ വിശ്വാസത്തിന് എന്തെങ്കിലും തരത്തിൽ കോട്ടം സംഭവിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായിക്കൂടാ എന്നാണ് പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അത് പിന്നീട് പറയുന്നുണ്ട്. മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് തൻ്റേതല്ല മറ്റവൻ്റെ അത്ര. എൻ്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്തിന്? എൻ്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്ത്? മറ്റൊരാള് നമ്മെ വിധിക്കുന്നതിന് എൻ്റെ മനസാക്ഷി ഒരിക്കലും കാരണം മറ്റൊരുവൻ നമ്മളെ വിധിക്കാൻ നമ്മളുടെ പ്രവർത്തനങ്ങൾ മുഖാന്തരമായി തീരരുത് എന്ന് പൗലോസ് വ്യക്തമായിട്ട് പറയുകയാണ്. അല്പം വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാനിത് കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നീട് പറയും, നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത് സാധനത്തിൽ ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്ന്. നമ്മൾക്ക് ദൈവം തമ്പുരാൻ തന്ന ഒരു ഭക്ഷണ പദാർത്ഥം ദൈവം ഈ ലോകത്തിൽ ദൈവം പറയുന്നുണ്ട്, എല്ലാം ദൈവത്തിന്റെ, അതിന് ഭൂമിയും അതിന്റെ പൂർണ്ണതയും ലോകത്തിലുള്ളതെല്ലാം ദൈവം സൃഷ്ടിച്ചതാ. മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. മനുഷ്യൻ അതിന് അനുഭവിക്കുന്നതിന് മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ പൗലോസ് പറയുന്നത് എന്താണ്? ഞാൻ നന്ദിയോടുകൂടെ അനുഭവിച്ച സ്തോത്രത്തോടുകൂടെ സ്തോത്രം ചെയ്ത സാധനനിമിത്തം ഞാൻ ദുഷിക്കപ്പെടുവാൻ ഇടയായിത്തീരുന്നു. മറ്റുള്ളവർ നമ്മെ ദുഷിക്കുന്നതിന് നമ്മൾ നന്ദിയോടുകൂടെയും സ്തോത്രത്തോടുകൂടെയും ഭക്ഷിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ നിമിത്തം അതൊരു തടസ്സമായി തീരുവാനായിട്ട് പാടില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് ആകയാൽ നിങ്ങൾ എന്തു തിന്നാലും എന്തു ചെയ്താലും എല്ലാം ദൈവനാമഹത്വത്തിന് വേണ്ടി ചെയ്യുകയെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തു തിന്നാലും എന്തു കുടിച്ചാലും അതെല്ലാം എന്തിനു വേണ്ടിയാണെന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിന്നുകയോ കുടിക്കുകയോ എന്ത് ചെയ്താലും അതൊന്നാമതായിട്ട് മാനദണ്ഡം എന്താണായിരിക്കേണ്ടത്? ഇതിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. അതിലൂടെ അത് മറ്റുള്ളവർക്ക് ദുഷിക്ക് കാരണമായി തീരുന്നെങ്കിൽ അത് ചെയ്യാതെ ഇരിക്കണമെന്നാണ് പറയുന്നത്. ദൈവനാമത്തിന് മഹത്വത്തിന് വിപരീതമായി ദൈവനാമം ദുഷിക്കപ്പെടുവാനായിട്ട്
കാരണമാകുന്നുവെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് തിന്നാലും എന്ത് കുടിച്ചാലും അതെന്തിനു വേണ്ടി ആയിരിക്കണം? ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആയിരിക്കണമെന്ന് പറയുകയാണ്. അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ മാനദണ്ഡം. രണ്ടാമത് പറയുകയാണ്, യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ച ഇല്ലാത്തത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്നത് അല്ലെങ്കിൽ സഭയ്ക്ക് ഇടർച്ച വരുത്തുന്നത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായിക്കൂടാ. അത് നമ്മുടെ പ്രവർത്തന നിമിത്തം നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ ഇടവകയ്ക്ക്, നമ്മുടെ ദേശം, നമുക്ക് മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിരിക്കണമെന്നാണ്. അതുകൊണ്ട് ഈ നോമ്പിന്റെ ദിനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണത്തിൽ നിന്ന് മാറിയിരിക്കുന്നു, ഭക്ഷണം ഞാൻ ഇന്നത് കഴിക്കുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് മാത്രം നമ്മളുടെ മനസാക്ഷിയെ മനസാക്ഷി നിമിത്തം നമ്മൾ നല്ലവരായിട്ട് നമുക്ക് തന്നെ തോന്നിയേക്കാം. എന്നാൽ പറയുകയാണ്, നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും എന്താണ് മാനദണ്ഡമായിരിക്കേണ്ടത്? അത് മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്നതിന് കാരണമായി തീരരുത് എന്ന് പറയാണ്. അതുകൊണ്ട് എന്തും നമുക്ക് അയൽവക്കത്തൊരാൾ പട്ടിണി കിടക്കുകയാണ്, നമ്മൾ കൊണ്ട് ലാവിഷായിട്ട് ചന്തയിൽ പോയി ഇറച്ചിയും മീനും നമുക്ക് ആവശ്യത്തിനുള്ള വാങ്ങിച്ച് വലിയ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ അയൽവക്കത്ത് കിടക്കുന്നതിന് അത് തീർച്ചയായിട്ടും ഇടർച്ചയാണെന്നുള്ളതിന് സംശയമുണ്ടോ? ഒരു സംശയമില്ല. അത് ചിലപ്പോൾ ഭക്ഷണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നമുക്കതിനകത്ത് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, ശരിയാ. എന്നാൽ അത് മറ്റൊരാൾക്ക് ഇടർച്ച വരുത്തുന്ന രീതിയിൽ ആകരുത്. എല്ലാവർക്കും ദൈവം അധികാരവും സ്വാതന്ത്ര്യമൊക്കെ തന്നിട്ട് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാനും നമുക്കെല്ലാം. എന്നാൽ മറ്റുള്ള ഒരാൾ ഭക്ഷണമില്ലാതെ കിടക്കുമ്പോൾ നമുക്ക് അപ്രകാരം ഭക്ഷിക്കുന്നത് നമ്മൾ കൂടുതൽ അല്ലെങ്കിൽ നമ്മൾക്ക് കൂടുതൽ ധൂർത്തോടുകൂടെ ജീവിക്കുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഇടർച്ചയാണ് ഈ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏതെങ്കിലും തരത്തിൽ ഇടർച്ച വരുത്തിയാൽ അത് അപ്രകാരം ആയിരിക്കും. ദൈവസഭയ്ക്ക് ഇടർച്ചയില്ലാത്തവരായിരിക്കും. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്നവരായി തീരുവാനായിട്ട് പാടില്ല. അതേത് തരത്തിലായിരുന്നാലും, നമ്മുടെ വാക്കിലൂടെ ആണെങ്കിലും നോട്ടത്തിലൂടെ ആണെങ്കിലും നമ്മുടെ ചെയ്തിലൂടെ ആണെങ്കിലും നമ്മൾ മറ്റൊരാളിനെ കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ നടത്താൻ. പിന്നീട് പറയുന്നത് എന്താണ്? ഞാനും എൻ്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടത് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കും. അത് സാധിക്കുമോ? എല്ലാവരെയും പ്രസാദിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുമോ? സാധിക്കത്തില്ല. പക്ഷെ പൗലോസ് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യുന്നെന്നാണ് പറയുന്നത്. എല്ലാവരെയും പ്രസാദിപ്പിക്കുന്നു പറയുന്നതിന് പൗലോസ് പറയുന്നതിന് അർത്ഥം എന്താണ്? പലർ രക്ഷിക്കപ്പെടേണ്ടത്. അപ്പോൾ പൗലോസിന്റെ മനസ്സിലെ ചിന്ത എന്താണ്? ഞാൻ എന്ത് ചെയ്താലും ഏത് രീതിയിലാണെങ്കിലും മറ്റുള്ളവർ രക്ഷിക്കപ്പെടേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിന്റെ വാഞ്ച, എൻ്റെ ഹൃദയത്തിന്റെ അഭിലാഷം. അതുകൊണ്ട് ഞാനിത് ആരെ കണ്ടുകൊണ്ടാണ്, ആരെ അനുകരിച്ചുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞു പൗലോസ് അവസാനം. അവിടെ മാത്രമേ ഈ ഭാഗം തീരുന്നുള്ളൂ. 11-ാമത്തെ അധ്യായത്തിൽ 1-ാം വാക്യമായിട്ട് ചേർത്തിരിക്കുന്നെങ്കിൽ കൂടെ ആ പറഞ്ഞു വന്നതിന്റെ പൂർണ്ണത എവിടെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പൗലോസ് എന്താണ് പറയുന്നത്? ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളായിരിക്കും. ഞാൻ ഇപ്രകാരം ചെയ്യുന്നു, ഞാൻ ഇപ്രകാരം ക്രിസ്തുവിനെ അനുകരിക്കുന്നു. ക്രിസ്തുവിനെ ഞാൻ അനുകരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഞാൻ യഥാർത്ഥമായി ഇപ്രകാരം ചെയ്യുന്നത് ദൈവത്തിന്റെ നാമത്തിൽ നിന്ന് മഹത്വത്തിനായിട്ടാണ് അത് ഞാൻ ചെയ്യുന്നത്. അത് ആരിൽ നിന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്? യേശുക്രിസ്തുവിനെ അനുകരിക്കുന്നതിലൂടെ ജീവിതത്തിൽ പാലിക്കുന്നതായ അനുഭവമാണ്. പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് അനുകരിക്കുന്നത് എന്ന് പൗലോസ് പറയുന്നത് റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാചകങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളൊന്ന് വായിച്ചു. മതി.
അപ്പോൾ എന്താണ്, ആരെയാണ്, എങ്ങനെയാണ് പ്രസാദിപ്പിക്കേണ്ടതെന്നുള്ളത് പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നു. അത് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ എല്ലാവരെയും പ്രസാദിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്, അല്ലേ? ആരെയാണ് പ്ലീസ് ചെയ്യുന്നതെന്ന് ഇവിടെ പറയുകയാണ്. എന്നാൽ ശക്തരായ നാം അനിശക്ത ബലഹീനതയെ ചുമക്കി നമ്മിൽ തന്നെ പ്രസാദിക്കാതെ ഇരിക്കുകയും, സ്വയത്തിൽ പ്രസാദിച്ചുകൊണ്ടല്ല, പിന്നെയോ മറ്റൊരാളുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി അവനെ പ്രസാദിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് പറയുകയാണ്. ഓരോരുത്തർ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട്, ആത്മീയ വർധനയ്ക്കായിട്ട് പ്രസാദിപ്പിക്കണമെന്ന് പറയും. ഇതാണ് പ്രസാദിപ്പിക്കൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇതാണ് മറ്റൊരാളിനെ പ്രസാദിപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇതാണ്. പിന്നീട് പറയുന്നു, നിന്നെ നിന്ദിക്കുന്നവർ നിന്നെ എന്നെ വീണ് നിന്ദിക്കുന്നവർ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. സ്വയം പ്രസാദത്തിന് വേണ്ടി, സെൽഫ് പ്ലീസിങ്ങിന് വേണ്ടി കർത്താവ് ഒന്നും തന്നെ ചെയ്തില്ല. കർത്താവ് ആരെ പ്ലീസ് ചെയ്യാനാണ് ചെയ്തത്? ദൈവത്തെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടിയാണ് ചെയ്തത്. അത് കർത്താവ് ഇങ്ങനെ ചെയ്തു എന്നുള്ള ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ കർത്താവ് ആരെയാണ് പ്രസാദിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. നമുക്കെല്ലാം പരിചിതമായുള്ള ഭാഗമാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം. നിങ്ങൾ ഇത്രയും പേരുടെ ഈ ബൈബിൾ ഇരുന്ന് നിങ്ങളെല്ലാം ബൈബിൾ എടുത്ത് ഞാൻ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുക. കഴിഞ്ഞ വർഷം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുറേ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകമുണ്ട് പലയിടത്തും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പല ഭാഗങ്ങളിൽ നിന്നൊക്കെ എടുത്ത് വായിക്കുന്നത്. ചിലയിടത്തൊന്നും ബൈബിൾ എടുത്ത് വായിച്ചാലൊന്നും ആരും നോക്കാനൊന്നും പ്രത്യേകിച്ച് തയ്യാറാകാറില്ല. എന്നാൽ നിങ്ങളത് പ്രത്യേകമായി എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെയും അപ്പോൾ നിങ്ങളിങ്ങനെ പുസ്തകം എടുത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രസംഗം നിർത്താനുള്ള ഒരു തോന്നുന്നില്ല, പിന്നെയും പറയുവാനായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഈ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആരെയാണ് പ്രസാദിപ്പിക്കേണ്ടതെന്ന് പറയുകയാണ്. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല. നമുക്കെല്ലാം അറിയാവുന്ന ഭാഗമാണ്. ഫിലിപ്പിയൻ 2-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളത് ക്രിസ്തുവേശുള്ള ഭാവം തന്നെ എങ്കിലും ഉണ്ടായി. അപ്പോൾ പിന്നീട് പറയുന്നുണ്ട്, അവൻ അനുസരണമുള്ളവനായി തീർന്നു, അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ആണിതെല്ലാം ചെയ്തത് എന്ന് പറയാണ്. അതുകൊണ്ട് പൗലോസ് ഇവിടെയും പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരുവൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം നോക്കണം. മറ്റുള്ളവരുടെ ഗുണം നോക്കിക്കൊണ്ട് വേണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിതം നയിക്കാൻ. അതുകൊണ്ട് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുക എന്ന് പൗലോസ് പറയുന്നതിനാണ്. മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കണം. യേശു തന്നെ പ്രസാദിപ്പിക്കുവാനായിട്ടൊന്നും ചെയ്തില്ല. പിന്നെയോ മറ്റുള്ളവരുടെ നന്മയ്ക്കും മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്നതിനും മറ്റുള്ളവരുടെ ആത്മീയ വർധനയ്ക്കും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ചെയ്തു. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ കാലങ്ങളിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുകയും വേണം, അതുപോലെ തന്നെ മനുഷ്യനെ പ്രസാദിപ്പിക്കണം. മനുഷ്യൻ്റെ പ്രസാദത്തിന് വേണ്ടി എല്ലാം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റുള്ളവരെ എല്ലാം പ്രസാദിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അത് നമുക്ക് ഒക്കുന്ന കാര്യമല്ല. എന്നാൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവർക്ക് നന്മയുള്ളത്, മറ്റുള്ളവർക്ക് പ്രയോജനം വരുന്നത്, മറ്റുള്ളവർക്ക് ഹിതകരമായിട്ടുള്ളത് കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എൻ്റെ ഇഷ്ടം മാത്രം ഞാൻ ചെയ്ത് ജീവിച്ചാൽ മറ്റുള്ളവർക്ക് ആർക്കും അത് പ്രസാദം വരണമെന്നില്ല, അല്ലേ? അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെയും നമ്മുടെ ഉപവാസത്തിലൂടെയും നമ്മുടെ വർജനത്തിലൂടെയും നമ്മൾ എന്താണ് നേടിയെടുക്കേണ്ടത്? എന്ത് തിന്നാലും കുടിച്ചാലും എല്ലാം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയായി. 2, യഹൂദന്മാർക്ക് ദൈവസഭയ്ക്ക് ഇടർച്ചയല്ലാത്തവർ ആയിട്ട്. അതുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്നതിന് കാരണമായി തീരും. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പൗലോസ് ആദ്യം പറഞ്ഞു, എനിക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്, എന്ത് തിരഞ്ഞെടുക്കണമെന്ന് എല്ലാത്തിനും എനിക്ക് സ്വാതന്ത്ര്യം. എന്നാൽ അത് മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്നതായി തീരുന്നു. 3-ാമത് പറയുന്നു, ഞാൻ എല്ലാം കൊണ്ടും എല്ലാവരെയും പ്രസാദിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുവാണ്. അത് ദൈവത്തിൻ്റെ പ്രസാദത്തിന് വേണ്ടിയാണ്. അത് ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് പൗലോസ് മറ്റുള്ളവരെ പ്രസാദിപ്പിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ടാണ്. അത് സ്വന്തം ഗുണം നോക്കിയല്ല, പിന്നെയോ മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കുവാനായിട്ട് നമുക്ക് ഇതാണ് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എല്ലാവരുടെയും വഴി നടത്തുമാറാകട്ടെ. ഈ വചനത്തിൻ്റെ കേൾവിയാലും ജ്ഞാനത്താലും തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരുമായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുകയും വഴി നടത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കും.
സൗഭാഗ്യം നിങ്ങൾ അടികൾ തന്ന ദൈവത്തിന് നമ്മോട് ചെയ്യുന്നവരുണ്ടാവേ. കേൾക്കാവ് അടികളോട് സഹായിക്കാനും ചേർത്ത് നൽകുവാനും അടികൾ തന്ന ദൈവകൃപയ്ക്കായി നിങ്ങൾ നമ്മോട് സൂക്ഷിക്കുന്നു. ദൈവമേ എന്തിനു കഴിക്കണമെന്നും ഏത് കഴിക്കണമെന്നും കർത്താവിനോട് പറയുകയാണേ. അതിന് രക്ഷ വരുത്താതെന്നും ദൈവമേ സ്വയം ശോധന ചെയ്ത് മറ്റുള്ളവരുടെ ആത്മീയ വർദ്ധനയ്ക്കായി ദൈവമേ ചെയ്യുവാൻ പോകണം. ദൈവമേ ഹല്ലേലൂയ അടിയനിത അടിയനിത എന്ന് ദൈവമേ ഹല്ലേലൂയ എന്ന് സമർപ്പിച്ച് സ്വകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ പോകണം. ദൈവമേ ഹല്ലേലൂയ കണ്ടിന്മേലെ വിളക്ക് പോലെ നിന്റെ മക്കൾ ഓരോരുത്തരും ശോഭിക്കുവാൻ പോകണം. ഇവരും അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുവാൻ പോകണം. അന്യനിഴർച്ച വരുത്താതെ ജീവിക്കുവാൻ പോകണം. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കുവാൻ പോകണം. ദൈവമേ ഹല്ലേലൂയ നിന്റെ ഭാഗം മോഹിക്കാതെ ദൈവമേ നല്ലത് പ്രവർത്തിക്കുവാൻ പോകണം. പിതാവ് കാണിച്ച നല്ല ആസുവിശേഷം അടിമ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ പോകണം. പൊന്നുപിതാവേ നോവിന്റെ കാലങ്ങൾ അടിമകളെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാവേ. വൈരാഗ്യ ബുദ്ധികളാകല്ല കർത്താവേ. മറ്റുള്ളവരെ ഇരച്ചു വരുന്ന ബുദ്ധികളല്ല, ദൈവിക സ്നേഹം തന്നെ അപ്പാ അവിടുന്ന് അടികൾക്ക് പാലനമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഭാരങ്ങളുടെ